ഓക്കെ. അപ്പോൾ ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഹാമിൽട്ടോണിയൻ എന്ന സെക്ഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹാമിൽട്ടോണിയൻ സെക്ഷൻ റിവിഷൻ ക്ലാസ്സാണ് നമ്മൾ ഇന്നിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഹാമിൽട്ടണിൽ നമുക്കറിയാലോ, ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ ഹാമിൽട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ഹെച്ച് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ടോട്ടൽ എനർജിക്ക് തുല്യമാണ്. ഓക്കെ, ഹാമിൽട്ടൺ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിസ്റ്റത്തിന് ഹാമിൽട്ടൺ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ എനർജി, ഓക്കെ, ടി പ്ലസ് വി. ടി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ആയിരിക്കും, ആൻഡ് വി എന്ന് പറയുന്നത് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെ നമ്മൾ എന്ത് പറയുന്നത്, ഹാമിൽട്ടൺ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ലഗ്രാഞ്ചിയൻ എല്ലിനെ എങ്ങനെ പറഞ്ഞു, ടി മൈനസ് വി എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാവും എന്താണ്, നമുക്ക് അവിടെ ടി പ്ലസ് വി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഹാമിൽട്ടോണിയൻ എന്ന സെക്ഷനിൽ നമുക്ക് മെയിൻലി നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ജനറലൈസ്ഡ് മൊമെന്റം, സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്ന സെക്ഷനാണ്. ഓക്കെ, ഒന്നാമത്തെ സെക്ഷനായിട്ട് വരുന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്, ജനറലൈസ്ഡ് മൊമെന്റം, അതുപോലെ തന്നെ സൈക്ലിക് കോർഡിനേറ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വൺ ഡയമെൻഷണൽ മോഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു വൺ ഡയമെൻഷണൽ മോഷൻ കൺസിഡർ ചെയ്യണം. അതിപ്പോൾ നമുക്ക് ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റോടെ എക്സ് ഡിസ്റ്റൻസിൽ എന്ത് ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പോൾ അതിന്റെ ഒരു കൈനറ്റിക് എനർജി, എക്സ് ആക്സിസിന് എലോങ് ആയിട്ടുള്ള ഒരു കൈനറ്റിക് എനർജി നമ്മൾ എന്ത് ചെയ്യും, ടി ഈസ് ഈക്വൽ ടു ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ റെപ്രസെന്റ് ചെയ്യും. നമ്മൾ ഈ ഒരു കൈനറ്റിക് എനർജിയുടെ ഡെറിവേറ്റീവ് എടുത്തിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, കൈനറ്റിക് എനർജി ടിയുടെ ഡെറിവേറ്റീവ് ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡോട്ട് എടുക്കുവാണ്, ഡോ ടി ബൈ ഡോ എക്സ് ഡോട്ട് എന്ന് പറഞ്ഞ് എടുക്കുവാണ്. ഓക്കെ, ഡോ ടി ബൈ ഡോ എക്സ് ഡോട്ട് എടുക്കുന്നു. എടുക്കുന്ന സമയം നമുക്കിവിടെ എം എക്സ് ഡോട്ട് എന്ന് കിട്ടും. ഓക്കെ, എം എക്സ് ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്, എം ഇൻറ്റു വി ആണ്, മാസ് ഇൻറ്റു വെലോസിറ്റി. അതെന്തായിരിക്കും, അവിടുത്തെ മൊമെന്റം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ലീനിയർ മൊമെന്റം വാല്യൂ, കാരണം സ്ട്രേറ്റ് ലൈൻ മോഷൻ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്ട്രേറ്റ് ലൈൻ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന മൊമെന്റ് ലീനിയർ മൊമെന്റം ആയിരിക്കും. ഓക്കെ, റൊട്ടേഷൻ മോഷൻ ആവുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആംഗുലാർ മൊമെന്റം അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അവിടുത്തെ ഒരു വെലോസിറ്റി അല്ല, പൊട്ടൻഷ്യൽ എനർജി കമ്പൗണ്ട് നമുക്ക് അവിടെ വരുന്നില്ല. കാരണം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തല്ല, നമുക്ക് എക്സ് ഡോട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്സ് ഡോട്ട് മീൻസ് വെലോസിറ്റി ആണ്. വെലോസിറ്റിക്ക് അനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേറ്റീവ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം, പി ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഡോട്ട് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ടി മൈനസ് പി, നമ്മളിങ്ങനെ ഒരു വാല്യൂ എടുക്കുവാണ്. ഓക്കെ, ഇത് എന്തിന് തുല്യമായിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ടിനോട് എന്താണ്, ഇക്വലന്റ് ആണ്. ഓക്കെ, പി ഈസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് പി കെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതൊരു എക്സ് ഡോട്ട് എന്നല്ല, എക്സ് ഫംഗ്ഷനിൽ വേരി ചെയ്ത ക്വാണ്ടിറ്റി അല്ലേ. നമുക്കിനി ജനറലൈസ് ചെയ്ത് എന്ത് പറയാം, ജനറലൈസ് ചെയ്തിട്ട് പി കെ ഈസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട്, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺജുഗേറ്റ് മൊമെന്റ് അല്ലെങ്കിൽ കനോണിക്കൽ മൊമെന്റോ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു മൊമെന്റം ടേം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കോൺജുഗേറ്റ് മൊമെന്റ് അഥവാ കനോണിക്കൽ മൊമെന്റോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പി കെ ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട്. ഇതിനകത്ത് ശരിക്കും ക്യൂ കെ ഡോട്ട് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ക്യൂ കെ ഡോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു കേസ്, ഇതിപ്പോ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് എക്സ് ഡോട്ട് വൈ ഡോട്ട് ഇസഡ് ഡോട്ട് എന്ന് പറയുമ്പോൾ ഓരോ കോർഡിനേറ്റിനെ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന പകരം ഒരു ജനറലൈസ്ഡ് ചെയ്ത് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ക്യൂ കെ എന്ന് പറയുന്നത്. കോർഡിനേറ്റിനെ റെപ്രസെന്റ് യൂസ് ചെയ്ത ടേം ആണ് ക്യൂ കെ. എന്താണ്, ഏത് കോർഡിനേറ്റും ആവാം, ഒന്നുകിൽ എക്സ് ആവാം, വൈ ആവാം, ഇസഡ് ആവാം. ഓക്കെ, നമ്മൾ സാധാരണ ഒരു വേരിയബിൾ എക്സ് എന്നൊരു വേരിയബിൾ ഇപ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, സൈൻ തീറ്റ എന്ന് റെപ്രസെന്റ്, സൈൻ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുവാണ്. ഓക്കെ, സൈൻ എക്സ്. അപ്പോൾ എക്സിന് എന്ത് ചെയ്യാം, ഏത് വാല്യൂസും വരാം, 30 ഡിഗ്രി വരാം, 60 ഡിഗ്രി വരാം, 40 ഡിഗ്രി വരാം, ഏത് ഡിഗ്രി നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ അതുപോലെ ഈ ക്യൂ കെ മീൻസ് അവിടുത്തെ ഒരു ജനറലൈസ്ഡ് കേസിന് എന്ത് പറയുന്നത്. ഓക്കെ, അതിനകത്ത് എന്ത് വേണോ വരാം. അതിപ്പോ നമ്മൾ ലഗ്രാഞ്ചിയനിൽ ആംഗിൾ വേരിയേഷൻ നമ്മൾ എന്ത് ചെയ്യും, തീറ്റ എന്ന് എടുക്കും, ഡിസ്റ്റൻസ് നമ്മൾ എക്സ് എന്ന് എടുക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, അവിടെ ക്യൂ കെയുടെ വാല്യൂ ഏതാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതനുസരിച്ച് അവിടെ മാറി മാറി വരാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കാം, ഇതിനകത്ത് നമുക്ക് ശരിക്കും ക്യൂ കെ ഡോട്ട് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂ കെ ഡോട്ട് ആണ് കിടക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ശരിക്കും ക്യൂ കെ ഉണ്ട്. അതായത് ഇപ്പോൾ ക്യൂ കെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂ കെ ഡോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും ഈ ഒരു ഇക്വേഷൻ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ ഈ ബോക്സിനകത്ത് വരച്ചിരിക്കുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുക. നോക്കുന്ന സമയത്ത് അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ക്യൂ കെ ഡോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്യൂ കെ ഡോട്ട് മാത്രം ആയിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്യൂ കെ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്യൂ കെ എന്ന് പറഞ്ഞ കോർഡിനേറ്റ് നമ്മൾ അതിനകത്ത് എന്ത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എക്സ്പ്ലിസിറ്റ്ലി അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ ഇക്വേഷനിൽ ക്യൂ കെ ഇല്ല, പക്ഷേ ക്യൂ കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം കോർഡിനേറ്റ് നമ്മൾ എന്ത് പറയുന്നത്, സൈക്ലിക് കോർഡിനേറ്റ് അഥവാ ഇഗ്നോറബിൾ കോർഡിനേറ്റ് എന്ന് പറയും. ഓക്കെ, അതുപോലെ കറക്റ്റ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിൽ നമുക്ക് കാണാൻ പറ്റാതെ അകത്ത് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോർഡിനേറ്റ് നമ്മൾ എന്ത് പറയുന്നത്, സൈക്ലിക് കോർഡിനേറ്റ് അഥവാ
ഇറ്റ് ഈസ് കോൾഡ് ഇഗ്നോറബിൾ കോർഡിനേറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്ന് ക്ലാസ്സുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. കുറച്ച് എക്സാമ്പിൾസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാസ്സിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് ഒന്നുകൂടി ഒന്ന് നോക്കുക. എന്താണ് സൈക്ലിക് കോർഡിനേറ്റ്, കുറച്ച് എക്സാമ്പിൾസ് അവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, 1-2 എക്സാമ്പിൾ നമുക്ക് എങ്ങനെ സൈക്ലിക് കോർഡിനേറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷൻ ഒന്ന് നോക്കിക്കണം. മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്ത സൈക്ലിക് കോർഡിനേറ്റ് ചോദിക്കുന്ന തീരെയും കുറവാണ്. പക്ഷെ എന്നാലും എന്താണ് സൈക്ലിക് കോർഡിനേറ്റ് ചോദിക്കും. ഓക്കെ, അപ്പോൾ ലെഗ്രാഞ്ചിയൻ ഫംഗ്ഷനകത്ത് പി കെ ഈസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ക്യൂ കെയുടെ വാല്യൂ, ഓക്കെ, ക്യൂ കെയുടെ വാല്യൂ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്നാൽ എന്ത് ചെയ്യുന്നു, ക്യൂ കെ ഉണ്ട്. കാരണം ക്യൂ കെ ഉണ്ടെങ്കിൽ ക്യൂ കെ ഡോട്ട് എടുക്കാൻ പറ്റും. ക്യൂ കെ ഓൾറെഡി ഇക്വേഷനകത്തുണ്ട്, പക്ഷെ നമുക്ക് ഔട്ട്സൈഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ഇഗ്നോറബിൾ കോർഡിനേറ്റ് അഥവാ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ചേക്കാം, ഹാമിൽട്ടൺ. പിന്നീട് ഈ ഹാമിൽട്ടനകത്ത് നമുക്ക് 1-2 ഫംഗ്ഷൻസും ഹാമിൽട്ടൺ ഇക്വേഷൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഹാമിൽട്ടൺ ഇക്വേഷൻ, ഹാമിൽട്ടൺ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം കൂടി മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഇവിടെ നോക്കാം. അപ്പോൾ ഹാമിൽട്ടൺ എടുക്കാൻ പറഞ്ഞു, ഹാമിൽട്ടൺ ഓഫ് എ സിസ്റ്റം എന്ന് ചോദിച്ചത് എന്താണ്, H is equal to T plus V ആണ്. ഓക്കെ, അതിന്റെ ഹാമിൽട്ടൺ ഓഫ് എ സിസ്റ്റം, ഇപ്പോൾ നമുക്ക് ഒരു കൈനറ്റിക് എനർജി ടേമും ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ എനർജി ടേമും ഉണ്ട്, തന്നിട്ട് പറയുകയാണ് അതിന്റെ ഹാമിൽട്ടൺ ഓഫ് എ സിസ്റ്റം. ഓക്കെ, വെറുതെ ഹാമിൽട്ടൺ ഓഫ് എ സിസ്റ്റം എങ്കിൽ H is equal to T plus V അത്രയും ചെയ്ത് വെച്ചാൽ മതി, ഹാമിൽട്ടൺ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളൊരു ഫീൽഡാണ് ഈ ഹാമിൽട്ടൺ എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലായാലും അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫിസിക്സിലും അതിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് ഈ ഹാമിൽട്ടൺ, അതായത് ടോട്ടൽ എനർജി എന്ന മീനിങ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഹാമിൽട്ടൺ ഫംഗ്ഷൻ ആണ്. എന്താണ് H എന്ന് പറഞ്ഞ ഫംഗ്ഷൻ? അപ്പോൾ ഹാമിൽട്ടൺ ഫംഗ്ഷൻ H is given by സിഗ്മ k പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിന്നാണ് നമ്മൾ പിന്നീട് ഈ ടി പ്ലസ് വി എന്ന ഇക്വേഷനോട് പിന്നീട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹാമിൽട്ടൺ ഫംഗ്ഷൻ H എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ സമ്മേഷൻ ഓഫ് പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ. ഓക്കെ, പി കെയുടെയും ക്യൂ കെയുടെയും എല്ലിന്റെ ഒരു ഫംഗ്ഷൻ ആണ് നമുക്ക് എന്തെന്ന് പറയാം, ഹാമിൽട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹാമിൽട്ടൺ നമുക്കിപ്പോൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റം പോലെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഹാമിൽട്ടൺ എന്തിന്റെയൊക്കെ ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, H is equal to H ഓഫ് പി കെ, പി കെയുടെയും ക്യൂ കെയുടെയും ടൈമിന്റെയും ഒരു ഫംഗ്ഷൻ ആണ്. അതായത് ജനറലൈസ്ഡ് മൊമെന്റ, ജനറലൈസ്ഡ് കോർഡിനേറ്റ്, ടൈം, ഇത്രയ്ക്കും അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ എന്ത് പറയുന്നത്, നമ്മൾ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ H എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതില് ഹാമിൽട്ടോണിയൻ നമുക്ക് ലഗ്രാഞ്ചിന്റെ അവിടെ ശരിക്കും ടൈം ഡയറക്റ്റ് ആയിട്ട് അവിടെ ഇല്ല. ഓക്കെ, ലഗ്രാഞ്ചിനെ സംബന്ധിച്ച് ലഗ്രാഞ്ചിന്റെ ഇക്വേഷനിൽ ടൈം ഡയറക്റ്റ് ആയിട്ട് അവിടെ കാണിക്കുന്നില്ല, പക്ഷെ അതിനകത്ത് എന്തുണ്ട്, ടൈമിന്റെ ഫംഗ്ഷൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹാമിൽട്ടോണിനകത്ത് ശരിക്കും ടൈം എന്ന് പറയുന്ന കോർഡിനേറ്റ് ഒരു സൈക്ലിക് കോർഡിനേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോളൂ. കാരണം നമുക്കറിയാം ലഗ്രാഞ്ചിന്റെ ഇക്വേഷൻ എന്താണ്, ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ശരിക്കും ലഗ്രാഞ്ചിനകത്ത് എന്തില്ല, ടൈമിന്റെ ഫംഗ്ഷൻ അവിടെ ഇല്ല ലഗ്രാഞ്ചിയൻ ഇക്വേഷനകത്ത്. ഓക്കെ, പക്ഷെ ലഗ്രാഞ്ചിനകത്ത് എന്ത് ചെയ്യുന്നു, ഹിഡൻ രീതിയിൽ അവിടെ ടൈം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഒരു സൈക്ലിക് കോർഡിനേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ഓക്കെ, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു Hന്റെ ഇക്വേഷൻ നമുക്ക് അവിടെ ഡിറൈവ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ വൈസ് അത് ഏകദേശം സിമിലർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊരു സിംപ്ലസ്റ്റ് മെത്തേഡാണ് ഞാൻ ക്ലാസ്സിൽ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഓക്കെ, നിങ്ങളുടെ നോട്ട്സ് ജസ്റ്റ് ഞാൻ എടുത്തോട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു Hന്റെ ഇക്വേഷൻ, അതായത് ഈ ഒരു ടേം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്ത് കൊണ്ടെത്തിക്കണം. ഓക്കെ, H is equal to സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ലഗ്രാഞ്ചിയൻ. ശരിക്കും നമുക്ക് ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ മാത്രമേ നമുക്ക് ഹാമിൽട്ടോണിലോട്ട് എത്താൻ സാധിക്കൂ. ഓക്കെ, ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ തുടങ്ങിയിട്ടാണ് നമ്മൾ ഹാമിൽട്ടോണിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത്, ലഗ്രാഞ്ചിന്റെ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ലഗ്രാഞ്ചിന്റെ ഇക്വേഷനിൽ എന്തൊക്കെയാണുള്ളത്, ഇങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ കോർഡിനേറ്റ് എന്നല്ല, ആ ഒരു എന്തിന്റെയൊക്കെ ഫംഗ്ഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ ലഗ്രാഞ്ച് നോക്കുക, ഒരു ക്യൂ കെ ടേം ഉണ്ട്. ഓക്കെ, ഒരു ക്യൂ കെ ടേം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്യൂ
കെ ഡോട്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ക്യൂ കെ ഡോട്ട് ഉണ്ട്, ഇവിടെ ക്യൂ കെ ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്, ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ലഗ്രാഞ്ചൻ എന്ന് പറയുന്നത് എന്തിനൊക്കെ അനുസരിച്ച് വേരി ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്? ലഗ്രാഞ്ചൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എൽ ഇസ് ഈക്വൽ ടു എൽ ഓഫ് ക്യൂ കെ കോമ ക്യൂ കെ ഡോട്ട് കോമ ടി. ഓക്കെ, അപ്പോൾ ക്യൂ കെക്കും ക്യൂ കെ ഡോട്ടിനും ടിക്കും അനുസരിച്ച് വേരി ചെയ്തൊരു ഫംഗ്ഷനാണ് നമുക്ക് അവിടെ ലഗ്രാഞ്ചൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഹെഡിങ് എന്ന് പറയുന്നത് ഡെറിവേഷൻ ഓഫ് എക്സ്പ്രഷൻ ഫോർ ഹെച്ച് ആണ്. അത് ഹെച്ചിന് വേണ്ടിയിട്ടല്ല, ഹെച്ചിന്റെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഇക്വേഷൻ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഹെച്ച് ഇസ് ഈക്വൽ ടു ടി പ്ലസ് വി, അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഒരു എനർജി ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിനേഷൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, പ്രൂവ് ദാറ്റ് ഹാമിൽട്ടോണിയൻ എച്ച് ഇസ് ഈക്വൽ ടു ടി പ്ലസ് വി. ഓക്കെ, അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ ഇസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ പല രീതിക്കും ചോദിക്കും. ആൻസേഴ്സ് ഒക്കെ നമുക്ക് അറിയുന്നുള്ളതായിരിക്കും, പക്ഷേ ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മറന്നുപോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ഒരു കണക്ഷൻ വെച്ച് പഠിച്ചു പോവുക. അപ്പോൾ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നുകിൽ എന്ത് ചെയ്യാം, H is equal to sigma k, prove that H is equal to sigma k q k p k q k dot minus l. ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കാം, ഇല്ലെങ്കിൽ H is equal to t plus p എന്ന് ചോദിക്കാം. രണ്ട് എഴുതിനാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഈ ഒരു ഇക്വേഷൻ ആണ് L is equal to L of q k dot കോമ t എന്ന ഇക്വേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിലോട്ട് ഇതിപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുമ്പോൾ ഡി എൽ ബൈ ഡി ടി which is equal to sigma k. Okay, sigma k dou L by dou qk dqk by dt plus. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഇതിപ്പോൾ ഒന്നാമത്തെ ടേം ആയിട്ടുണ്ട്. ഓക്കെ, ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡി ക്യൂ കെ ബൈ ഡി ടി, ക്യൂ കെ ടേം നമ്മൾ കൊടുത്തു. ഇനി അടുത്ത് എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ സെക്കൻഡ്ലി നമുക്ക് ഈ ക്യൂ കെ ഡോട്ടിന്റെ ഡെറിവേറ്റീവ് ഇവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, ക്യൂ കെ ഡോട്ടിന് നിങ്ങൾ ടെക്സ്റ്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് സ്റ്റുഡിയോ നോക്കിക്കൊള്ളൂ കേട്ടോ, ബോർഡ് അത്രയും ക്ലിയർ ആവുന്നില്ല എഴുതുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റ് സ്റ്റുഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഓക്കെ, സിഗ്മ കെ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് into dqk dot minus dt plus dou L by dou t. ഓക്കെ, dou t. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡോ എൽ ബൈ ഡോ ക്യൂ കെ, ഡോ എൽ ബൈ ഡോ ക്യൂ കെ നമ്മൾ തൊട്ട് മുന്നേ ഒരു കാര്യം പറഞ്ഞു, ഡോ എൽ ബൈ ഡോ ക്യൂ കെ എന്ന് പറയുന്നത് എന്താണ്, ഡോ എൽ ബൈ ഡോ ക്യൂ കെ കണ്ടോ, ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്, പിക്ക് തുല്യമാണ്. ഓക്കെ, ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് പിക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ പി ഡോട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡെറിവേറ്റീവ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പി ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ എക്സ് എന്നായിട്ട് മാറും. അല്ലെങ്കിൽ പി ഡോട്ട് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, പി ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഡോ എൽ ബൈ ഡോ ക്യൂ കെക്ക് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഹിയർ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് വിച്ച് ഇസ് ഈക്വൽ ടു പി കെ ഡോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പി കെ ഡോട്ട് എന്ന് കൊടുത്തു, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഫംഗ്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ ഡോ എൽ ബൈ ഡോ ക്യൂ കെക്ക് പകരം ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈസ് ഈക്വൽ ടു, ഡോ എൽ ബൈ ഡോ ക്യൂ കെ എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് കൊടുക്കാമല്ലോ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. ഓക്കെ, അതൊന്ന് നോക്കാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, എൽ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഫംഗ്ഷൻ ആയിട്ടാണ് പറഞ്ഞത്, എൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ്, എൽ എന്ന് പറയുന്നത് എൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ കെയുടെയും ക്യൂ കെ ഡോട്ടിൻ്റെയും ടിയുടെയും എന്താണ് ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാം ഡെറിവേറ്റീവ്സ് ഇവിടെ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. ഓക്കെ, ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഇൻറ്റു നമുക്ക് ഇത് രണ്ടും ഡെറിവേറ്റീവ് വെട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡോ എൽ ബൈ ഡോ ടി ആയിട്ട് മാറും. ഇവിടെ ഡോ എൽ ബൈ ഡോ ടി. ഓക്കെ, നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവിടെ എന്ത് ചെയ്തു, അവിടെ മുകളിലും താഴെ നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, ഡോ എൽ ബൈ ഡോ ടി ടൈം ഡെറിവേറ്റീവ്സിന് വേറെ കുഴപ്പമില്ല. ഓക്കെ, ലഗ്രാഞ്ചിയൻ ടൈമിന്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ടൈം ഡെറിവേറ്റീവ് ഡയറക്റ്റ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഈ ഒരു ഡോ എൽ ബൈ ഡോ ക്യൂ കെ നമ്മളിവിടെ പി കെ ഡോട്ട് എന്നാണ് കൊടുത്തത്. ഓക്കെ, പി കെ ഡോട്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം പി കെ എന്ന് പറയുന്നത്, പി കെ മീൻസ് എന്താണ്, പി കെ എന്ന് പറയുന്നത് എന്താണ്, ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ആണെന്ന് അറിയാം. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ ആ ഒരു കാര്യം അവിടെ മെൻഷൻ ചെയ്തിരുന്നു.
അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈസ് ഈക്വൽ ടു എന്ന് കൊടുക്കാം ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഡോ എൽ ബൈ ഡോ ക്യൂ കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡോ എൽ ബൈ ഡോ ക്യൂ കെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മുകളിലത്തെ ഈ ഒരു ഇക്വേഷനിലോട്ട് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാല്യൂ കൊടുക്കും. ഓക്കെ, ഡോ എൽ ബൈ ഡോ ക്യൂ കെക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്ത് ചെയ്യും, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഫംഗ്ഷനിലോടാണ് ഞാൻ എന്ത് ചെയ്തത്, അത് ക്യൂ കെ ഡോട്ടിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ടേംസ് അതുപോലെ കിടപ്പുണ്ട്. ഓക്കെ, വേറെ ഒന്നും നമ്മൾ ചേഞ്ച് വരുത്തുന്നില്ല. ബാക്കി എല്ലാ ടേംസും കൊടുക്കുന്നത് ഡോ എൽ ബൈ ഡോ ടി ലാസ്റ്റ് തൊട്ട്. അപ്പോൾ ഇതിൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ക്യൂ കെ ഡോട്ട് പ്ലസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡി ക്യൂ കെ ഡോട്ട് ബൈ ഡോ ടി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ പുറത്തോട്ട് എടുക്കുന്നു. ഓക്കെ, കോമൺലി ഔട്ട്സൈഡ് എടുക്കുന്നുണ്ട്. ദെൻ അതിനുശേഷം ഇത് എന്തായിട്ട് മാറും, ഡി ബൈ ഡി ടി ഓഫ് ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് പ്ലസ് ഡോ എൽ ബൈ ഡോ ടി മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട്, ഓക്കെ, വീണ്ടും ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് വരുന്നു. അതെന്താണ്, പി കെ ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇസ് ഈക്വൽ ടു പി കെ ഡോട്ട് എന്നും അതുപോലെ തന്നെ തിരിച്ചു എന്ത് ചെയ്യാൻ പറ്റും, ഐ ഡോട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ഇവിടെ പി കെ എന്നാക്കി മാറ്റി. ഓക്കെ, ഈ ഒരു ഇക്വേഷനിലൂടെ നമ്മൾ പി കെ കൊടുത്തു പ്ലസ് ഡോ എൽ ബൈ ഡോ ടി എന്നും കൊടുത്തു. ഓക്കെ, ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ക്യൂ കെ ഡോട്ട് പി കെ പ്ലസ് ഡോ എൽ ബൈ ഡോ ടി എന്നാക്കി. ഇനി ഇതിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡെറിവേറ്റീവ് നേരെ ഈ രണ്ട് ഡെറിവേറ്റീവ്സിനെ എന്താണ് ചെയ്യുന്നത്, ഈ രണ്ട് ഡെറിവേറ്റീവ് ഞാൻ ഇപ്പുറത്തോട്ട് മൂവ് ചെയ്തു. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് ക്യൂ കെ ഡോട്ട് പി കെ ഞാൻ ഇപ്പുറത്തോട്ട് മൂവ് ചെയ്തു. അപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് അതെന്തായി മാറും, മൈനസ് ആയിട്ട് മാറും. ഓക്കെ, മൈനസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ മൈനസ് ആയിട്ട് മാറി. ദെൻ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് നമുക്ക് പി കെ, ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യും, പി കെ ഡോട്ട് അങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പോൾ നമ്മളിവിടെ ഈ ഡോ എൽ ബൈ ഡോ ക്യൂ കെക്ക് പകരം എന്ത് ചെയ്യുന്നു, ഡോ എൽ ബൈ ഡോ ക്യൂ കെ നമുക്ക് പി കെ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ മാറ്റുന്ന സമയത്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് നേട്ടാം, ഓൺ റീഅറേഞ്ചിങ് വി ആർ ഗെറ്റിംഗ് ഡി ബൈ ഡി ടി ഓഫ് സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ. നമ്മളിപ്പോൾ ഈ ഒരു മൈനസിനെ ഒന്ന് റിവേഴ്സ് ചെയ്തു. ഓക്കെ, ഒരു മൈനസ് പുറത്തെടുത്തിട്ട് ക്യാൻസൽ ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ, ചേഞ്ച് വരുത്തിയത്. ഇവിടെയാണ് നമ്മൾ ഡി എൽ ബൈ ഡി ടി, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, പി കെയുടെ വാല്യൂ കൊടുത്തു. ദെൻ ഡി ബൈ ഡി ടി ഓഫ് സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ടി എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ബ്രാക്കറ്റിൽ നടക്കുന്ന ഈ ഒരു ഇക്വേഷൻ എന്ത് റെപ്രസെന്റ് ചെയ്യുന്ന, ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഹെച്ചിന്റെ, ഹാമിൽട്ടോണിന്റെ ഹെച്ച് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഇതിനകത്ത് കിടക്കുന്ന ഈ ഒരു പാരാമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ h ഇസ് ഈക്വൽ ടു സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഹെച്ചിന്റെ ഇക്വേഷനിൽ എന്തൊക്കെ ടേം ഉണ്ടെന്ന് നോക്കിയിട്ട് ഹെച്ച് എന്ന് പറയുന്ന എന്തിൻ്റെയൊക്കെ ഫംഗ്ഷനാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഹെച്ച് എന്ന് പറയുന്നത് പി കെയുടെയും ക്യൂ കെയുടെയും ടിയുടെയും ടൈമിന്റെ എന്താണ്, ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇൻ ജനറൽ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ ഹെച്ച് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ജനറലൈസ്ഡ് മൊമെന്റ് പി കെ, ജനറലൈസ്ഡ് കോർഡിനേറ്റ് ക്യൂ കെ ആൻഡ് ടൈം ടി. ഓക്കെ, ടൈമിനും ജനറലൈസ്ഡ് കോർഡിനേറ്റ് ക്യൂ കെക്കും പി കെക്കും അനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഹാമിൽട്ടോണിയൻ ഹെച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെച്ച് എന്ന് പറയുന്നത് ലഗ്രാഞ്ചിനെ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എനർജി ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതാണ് അടുത്ത സെന്റൻസ് കിടക്കുന്നത്. ഹെച്ച് നമുക്ക് ലഗ്രാഞ്ചിനായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടൈം എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് അവിടെ ഓക്കെ, ആരെങ്കിലും ലെഫ്റ്റ് ആയിരുന്നു ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം എന്ത് ചെയ്യുന്നില്ല, ടൈം ഡയറക്റ്റ് ആയിട്ട് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, ടൈം എക്സ്പ്ലിസിറ്റ്ലി മീൻസ് നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് നോക്കുന്ന സമയത്ത് അവിടെ ടൈമിന്റെ ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുക എന്തായി പോകും, അതവിടെ ഡോ എൽ ബൈ ഡോ ടി സീറോ ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഡി എച്ച് ബൈ ഡി ടി എന്തായിരിക്കും, അവിടെ സീറോ ആയിരിക്കും. അപ്പോൾ ടൈമിനനുസരിച്ച് ലഗ്രാഞ്ചിയനും ഹാമിൽട്ടനും ഒരു വേരിയേഷൻ വരും. കാരണം ഇക്വേഷൻ അകത്ത് ടി ഉണ്ട്. ഓക്കെ, ഒരു സൈക്ലിക് കോർഡിനേറ്റ് പോലെ നമുക്ക് ഇക്വേഷൻ അകത്ത് ടി ഉണ്ട്, പക്ഷേ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും അവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡോ എൽ ബൈ ഡോ ടി അവിടെ വാല്യൂ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതുപോലെ തന്നെ ഡി എച്ച് ബൈ ഡി ടിയുടെ വാല്യൂ നമുക്ക് ടൈം ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞാൽ ഹാമിൽട്ടനും ലഗ്രാഞ്ചിനും നമുക്ക് അവിടെ സീറോ മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും, h is equal to സിഗ്മ കെ പി കെ ക്യൂ കെ മൈനസ് എൽ is equal to
കോൺസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഹാമിൽട്ടൺ ഫംഗ്ഷൻ. എച്ചിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഇല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് h is equal to a constant. ഓക്കെ, എങ്കിൽ ലാസ്റ്റ് ഈ രണ്ട് ഇക്വേഷൻ കൊടുത്താൽ മതി. ഡോ എൽ ബൈ ഡോ ടി is equal to 0 ആൻഡ് ദെൻ dh by dt is equal to 0 or h is equal to a constant. ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ഏത് ബാക്കി എത്ര എഴുതി വന്നതിന് ശേഷം ഈ ഒരു സെന്റൻസ് കൂടി എന്ത് ചെയ്യാം, അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഹാമിൽട്ടൺ ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് എന്തിനായിട്ട് പ്രൂവ് ചെയ്യണം, ഒരു ടോട്ടൽ എനർജി, ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജിയാണ് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഒരു കൺസ്ട്രക്റ്റീവ് സിസ്റ്റം കൺസിഡർ ചെയ്യാണ്. അവിടെ വി എന്ന് പറയുന്ന ഒരു വെലോസിറ്റി അല്ല, ഒരു പൊട്ടൻഷ്യൽ എനർജി, ക്യാപിറ്റൽ വി ആണ്. സ്മോൾ വി ആണെങ്കിൽ അത് വെലോസിറ്റി, ക്യാപിറ്റൽ വി ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വി എന്ന് പറഞ്ഞ ഒരു പൊട്ടൻഷ്യൽ എനർജി റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ശരിക്കും ഇതിന്റെ കോർഡിനേറ്റ് ഒരു ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അല്ല. ഓക്കെ, അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് അല്ല നമ്മളിപ്പോൾ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആർ എന്ന് പറയുന്ന ആ ഒരു കോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ, കൺസ്ട്രക്റ്റീവ് സിസ്റ്റത്തിനെ, ഇറ്റ് ഈസ് റെപ്രസെന്റ് R1 Q1 Q2 എക്സെട്ര QK ആൻഡ് എക്സെട്ര QN എന്ന ഫോമിൽ എന്ത് ചെയ്തു, റെപ്രസെന്റ് ചെയ്തെടുത്തു. അപ്പോൾ അതിൽ ഞാൻ പറയുവാണ്, ഈ ഡോ വി ബൈ ഡോ ടി അല്ലെങ്കിൽ അവിടുത്തെ ഈ ഒരു വെലോസിറ്റിയിലെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നില്ല, അവിടുത്തെ ഏതാണോ ജനറലൈസ്ഡ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ഏതാണോ കോർഡിനേറ്റ് അതിനനുസരിച്ച് അവിടെ മാറുന്നൊരു കാര്യമല്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ നിലനിൽക്കുന്നു. ഓക്കെ, അതാണ് ഡോ വി ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മളോട് പറയുന്നത്. ദെൻ അപ്പോൾ അതിൽ നമ്മൾ ആ പി കെയുടെ ഇക്വേഷൻ കൊടുക്കുവാണ്. ഓക്കെ, പി കെയുടെ ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ പി കെയുടെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട്, അവിടെ എല്ലിന് എന്ത് ചെയ്യുക, ടി മൈനസ് വി കൊടുക്കുക. ടി മൈനസ് വി കൊടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കൈനറ്റിക് എനർജി ടേം മാത്രമേ ഡെറിവേറ്റീവ് വരും. കാരണം മറ്റൊരു ഡെറിവേറ്റീവ് എന്താണ്, 0 ആണെന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്ന് വരും. ആൻഡ് h is equal to സിഗ്മ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം ഹെച്ചിന്റെ വാല്യൂ എന്താണ്, സിഗ്മ പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ ആണ്. സിഗ്മ കെ ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ക്യൂ കെ ഡോട്ട് മൈനസ് എൽ എന്ന് കിട്ടും. ഇതിൽ നമുക്കറിയാം ഈ ഒരു ആർ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഓക്കെ, ആർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ടൈമിനെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൈനറ്റിക് എനർജി ടേം ശരിക്കും ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഓൾറെഡി രണ്ട് സൊല്യൂഷൻസ് അവിടെ പോസിബിൾ ആണ്. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇമാജിനറിയും ഒരു റിയൽ സൊല്യൂഷനും. അപ്പോൾ അതിന്റെ ബേസിസിൽ നമുക്ക് ഈ കൈനറ്റിക് എനർജി നമുക്ക് അവിടെ 2t എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് ക്യൂ കെ ഡോട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, 2t എന്ന് നമുക്ക് അവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2t എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഞ്ചാമത്തെ ഇക്വേഷനിലോട്ട് ഇതിനെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അഞ്ചാമത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, ഇതിന് പകരം നമുക്ക് അവിടെ 2t മൈനസ് എൽ എന്ന് കൊടുക്കാം. അപ്പോൾ എൽ ഓൾറെഡി നമുക്കറിയാം എന്താണ്, ടി മൈനസ് വി ആണെന്ന് അറിയാം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, അതിൽ കൊടുക്കുന്ന സമയത്ത് 2t മൈനസ് ടി മൈനസ് വി. അപ്പോൾ ഈ ഒരു ഇതിൽ എന്ത് ചെയ്യും, ഒരു ടിയോടെ ക്യാൻസൽ ആയിട്ട് പോകും. ദെൻ h is equal to ടി പ്ലസ് വി, അതെന്താണ്, ടോട്ടൽ എനർജിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടോട്ടൽ എനർജി ആണെന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ചെയ്യേണ്ട, ആദ്യം എന്ത് ചെയ്യുക, ഒരു പൊസിഷൻ കോർഡിനേറ്റ് എടുക്കുക. ഓക്കെ, ഒരു കൺസ്ട്രക്റ്റീവ് സിസ്റ്റത്തിന്റെ കോർഡിനേറ്റ് റെപ്രസെന്റ് ചെയ്യുക. അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്ന് കാണിക്കുക. പൊട്ടൻഷ്യൽ എനർജി 0 ആകാൻ കാരണം അത് ടൈമിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, വെലോസിറ്റി കോർഡിനേറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, കോർഡിനേറ്റ് വെച്ചാണല്ലോ നമ്മൾ ഹാമിൽട്ടോണിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു, അവിടെ 0 ആക്കി കൊടുത്തു. ദെൻ അത് പി കെയുടെ ഇക്വേഷനിൽ കൊടുക്കുന്നു. പി കെ ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ആണ്. ദെൻ അതിനെ ഡോ ഇൻറ്റു ടി മൈനസ് വി ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്ന് കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഡോ ടി ബൈ ഡോ ക്യൂ കെ കിട്ടുള്ളൂ. ദെൻ നമ്മൾ അതിനെ എടുത്ത് നേരെ ആ പി കെയുടെ ഇക്വേഷൻ ഹാമിൽട്ടൺ ഇക്വേഷനിൽ, ഓക്കെ, ഹെച്ചിന്റെ ഇക്വേഷനിലോട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത സമയത്ത് എന്ത് കിട്ടി, വി ആർ ഗെറ്റിംഗ് സിഗ്മ കെ ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ക്യൂ കെ ഡോട്ട് മൈനസ് എൽ എന്ന് കിട്ടാം. അതിനുശേഷം ഇതൊക്കെ നമ്മൾ പറഞ്ഞെടുക്കുന്ന സൊല്യൂഷൻസാണ്. അതായത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നതല്ല, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹോമോജീനിയസ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഡോ ടി ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ക്യൂ കെ ഡോട്ടിനെ 2t എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇക്വേഷൻ നമ്പർ 5 ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൊടുത്തു. ആ ഒരു സമയത്ത് h is equal to 2t മൈനസ് എൽ കിട്ടും. ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് h is equal to ടി പ്ലസ് വി എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ടി പ്ലസ് വി ആണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒറ്റ സ്റ്റെപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ഡെറിവേഷൻ നമുക്ക് 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് h is equal to ഇതാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്, h എന്ന് പറയുന്നത് ഇതാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഇതാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാം.
മറ്റൊന്ന് എച്ച് എന്ന് പറയുന്നത് ടൈമിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. സോറി, ടൈം ഡെറിവേറ്റീവ് എന്നല്ല, h is equal to t plus v ആണെന്ന്. ഓക്കെ, സം ഓഫ് ദ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആണ്, ടോട്ടൽ എനർജി ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞു, ഈ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഡോ എച്ച് ബൈ ഡോ ടി സിക്കൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല രീതിയിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ അതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എഴുതി തുടങ്ങുന്ന സമയത്ത് എൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്ന രീതിയിൽ എഴുതി തുടങ്ങണം. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സ് മിക്കപ്പോഴും ആ ഫസ്റ്റ് ഹെഡിങ് ഒക്കെ നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ അതായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് വിട്ടുപോയാൽ അവർ പെട്ടെന്ന് നോക്കത്തില്ല. പക്ഷെ ആദ്യം ലഗ്രാഞ്ചിയൻ ഓഫ് എ സിസ്റ്റം എന്ന രീതിയിൽ എഴുതി തുടങ്ങുന്ന സമയത്തേക്ക് അത് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് എഴുതുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആയിട്ട് ഹാമിൽട്ടോണിയൻ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, 3 ഇക്വേഷൻസ് ആണ് നമുക്ക് ഹാമിൽട്ടോണിയനിൽ വരുന്നത്. ഓക്കെ, ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഹാമിൽട്ടോണിയൻ ആണ്. ഓക്കെ, h is equal സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ എന്ന് പറഞ്ഞതും h is equal to t മൈനസ് വി എന്ന് പറഞ്ഞത് എന്താണ്, അത് ഹാമിൽട്ടോണിയൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാമിൽട്ടോണിയൻ കനോണിക്കൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ. 3 ഇക്വേഷൻസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ 3 ഇക്വേഷൻസിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ മോഷൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും റെക്കോർഡ് ക്ലാസ് കണ്ടു നോക്കുക. ഓക്കെ, കാരണം നമ്മൾ അന്നൊരു 3-4 ക്ലാസ് എടുത്താണ് ഹാമിൽട്ടൺ എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഒരു ടൈം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് റിവിഷൻ പോലെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ടൈം കിട്ടുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, റെക്കോർഡ് ക്ലാസ് ഒന്നുകൂടി എടുത്ത് കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും സെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ എടുത്തു തരാം. ഓൾ ക്ലാസ്സും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അല്പം സ്പീഡായിട്ട് എടുത്താലേ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഇപ്പോൾ വേണമെങ്കിലും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കേണ്ടത് എന്താണ്, ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ ആണ്. അപ്പോൾ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ എഴുതി തുടങ്ങുന്ന സമയത്ത് നമ്മൾ h എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഫംഗ്ഷൻ ആയി എഴുതണം, h is equal to h ഫംഗ്ഷൻ ഓഫ് ക്യൂ കെ പി കെ ആൻഡ് ടി. ക്യൂ കെയുടെയും ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെയും ജനറലൈസ്ഡ് മൊമെന്റത്തിന്റെയും ടൈമിന്റെയും ഫംഗ്ഷൻ ആണ് ഹാമിൽട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, h is equal to q1 q2 എക്സെട്ര qn, p1 p2 എക്സെട്ര pk pn ആൻഡ് t എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനി നേരത്തെ നമ്മൾ ലഗ്രാഞ്ചിയൻ ചെയ്ത അതേ കാര്യം തന്നെ എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ്സ് കൊടുക്കണം. എങ്ങനെ ഡെറിവേറ്റീവ്സ് കൊടുക്കും, ഡോ എച്ച് ബൈ ഡോ ക്യൂ കെ ഇൻറ്റു ഡി ക്യൂ കെ, ഡോ എച്ച് ബൈ ഡോ പി കെ ഇൻറ്റു ഡി പി കെ, ഡോ എച്ച് ബൈ ഡോ ടി ഇൻറ്റു ഡി ടി. ഓക്കെ, ഇതുപോലത്തെ മെത്തേഡിൽ എന്ത് ചെയ്യാം, അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്തു. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഡി കെയും ഈ പി കെ ഒക്കെ അവിടെ സൈഡിൽ വന്നിരിക്കുന്നത്. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, h is equal to സിഗ്മ കെ പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ എന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ്, ഹാമിൽട്ടൺ ഫംഗ്ഷനെ. അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഡി എസ് എന്ന് കൊടുത്തു, കംപ്ലീറ്റ് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ പി കെ ഇൻറ്റു പി കെ ഡോട്ട് ഇൻറ്റു ഡി ക്യൂ കെ ഡോട്ട് പ്ലസ് ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡി പി കെ മൈനസ് ഡി എൽ എന്ന രീതിയിൽ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട്. ഇവിടെ പി കെ ഡോട്ട് ഇല്ല കേട്ടോ, ഇതിനകത്താണ് ഡെറിവേറ്റീവ്സ് കൊടുക്കുന്നത് ഈ കോർഡിനേറ്റുകളിൽ, ഡി പി കെ ഡി ക്യൂ കെ ഡോട്ട് ഡി എൽ, ഇങ്ങനെ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫംഗ്ഷൻസ് അവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ രണ്ടിലും ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്തു. ഹാമിൽട്ടൺ എന്ന് പറയുന്നതിൽ ഇതിലും അപ്ലൈ ചെയ്തു, ഹാമിൽട്ടോണിയൻ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു, രണ്ടിലും നമ്മൾ ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് അവിടെ ഡി എല്ലിന്റെ വാല്യൂ എനിക്ക് എന്ത് ചെയ്യണം, ഡിറ്റർമിൻ ചെയ്യണം. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ആ ഒരു ഡി എല്ലിന്റെ വാല്യൂ വന്നു. ഡി എൽ മീൻസ് അവിടെ ലഗ്രാഞ്ചിയൻ ആണ്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് ദ ലഗ്രാഞ്ചിയൻ. അപ്പോൾ ലഗ്രാഞ്ചിയൻ എടുക്കുക. അടുത്ത് ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് ക്യൂ കെയുടെയും ക്യൂ കെ ഡോട്ടിന്റെയും ടിയുടെയും ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, നേരത്തെ ഹാമിൽട്ടണിൽ കൊടുത്ത പോലെ ഹാമിൽട്ടോണിയൻ എന്തിന്റെയൊക്കെ ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നല്ലോ, ക്യൂ കെ പി കെ ടിയുടെ ആണെന്ന്, അതുപോലെയാണ് നമ്മളിപ്പോൾ ലഗ്രാഞ്ചിന് പറഞ്ഞത്. അപ്പോൾ ലഗ്രാഞ്ചിൽ എന്ത് ചെയ്യുക, നേരത്തെ പോലെ തന്നെ അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ കംപ്ലീറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്തു. പക്ഷേ നമ്മൾ ഹാമിൽട്ടൺ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് ഒരു കാര്യം പറഞ്ഞു, ഡോ എൽ ബൈ ഡോ ക്യൂ കെ എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്, പി കെ ഡോട്ടിന് തുല്യമാണ്. കണ്ടോ, പി കെ ഡോട്ട്, ഇതാണ് നേരത്തെ പറഞ്ഞത്. ഓക്കെ, ടെക്സ്റ്റിൽ അത്രയും ക്ലിയർ ആയിട്ട് എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു, ഇതിനകത്ത് ഉണ്ട് അത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്, പി കെക്ക് തുല്യമാണ്. തിരിച്ചെടുക്കാം, കണ്ടോ, ഈ ഒരു ഡോട്ട് അങ്ങോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡോ എൽ ബൈ ഡോ ക്യൂ കെക്ക് പകരം ഞാൻ ഇവിടെ പി കെ ഡോട്ട് എന്നും ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് പകരം ഞാൻ പി കെ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഇതിന് പകരം ഈ ഒരു സ്റ്റെപ്പിന് പകരം ഞാൻ ഇവിടെ പി കെ ഡോട്ട് കൊടുക്കുന്നു. ആൻഡ് ഇതിന് പകരം ഞാൻ ഇവിടെ പി കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഡി എൽ ഇസ് ഈക്വൽ ടു സിഗ്മ കെ പി കെ ഡോട്ട് ഡി ക്യൂ കെ പ്ലസ് പി കെ ഇൻറ്റു ഡി ക്യൂ കെ ഡോട്ട് പ്ലസ് ഡോ എൽ ബൈ ഡോ ടി ഇൻറ്റു ഡി ടി. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഇപ്പം ഇത് മൂന്നാമത്തെ ഇക്വേഷൻ ആണ്. മൂന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് ഡി എല്ലിന്റെ വാല്യൂ അവിടെ കിട്ടി. ഓക്കെ, മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് അവിടെ ഡി എല്ലിന്റെ
വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്ന അവിടെ നമുക്ക് DLന്റെ സ്ഥാനത്താണ് എന്ത് ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ DL ആണല്ലോ കണ്ടുപിടിച്ച് വന്നത്. അപ്പോൾ DLന്റെ സ്ഥാനത്തോട്ട് എന്ത് ചെയ്യാം? ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ DLന്റെ സ്ഥാനത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ആ ഒരു PK ഇൻറ്റു DK ഡോട്ട്, ഓക്കെ, PK ഇൻറ്റു DQK ഡോട്ടും ഇവിടുത്തെ PK കണ്ടോ, ഇത് നമുക്ക് രണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസലേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ക്യാൻസലേഷൻ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കവിടെ എന്ത് മാത്രമേ വരുന്നുള്ളൂ? നമുക്കവിടെ ക്യാൻസലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് DHന്റെ വാല്യൂ ആണ്. ശ്രദ്ധിക്കുക, DHന്റെ വാല്യൂ നമ്മൾ DL കൊടുത്തത്. DL കൊടുത്ത് ക്യാൻസൽ ചെയ്യുന്ന ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ടേംസ് എന്ന് പറയുന്നത് QK ഡോട്ട് ഇൻറ്റു DPK, ഓക്കെ, QK ഡോട്ട് ഇൻറ്റു DPK മൈനസ് PK ഡോട്ട് ഇൻറ്റു DQK മൈനസ് DL/DT ഇൻറ്റു DT, ഇങ്ങനെ കിട്ടിയ. ഇപ്പോൾ ഇതിന്റെ LHS നിങ്ങൾ നോക്കുക, DH ആണ് LHS എന്ന് പറയുന്നത്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നിട്ടുള്ളത് DH ആണ് നാലാമത്തെ ഇക്വേഷന്റെ. അപ്പോൾ മുകളിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നോക്കുന്ന സമയത്ത്, ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ, സോറി, രണ്ടാമത്തെ അല്ല, ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ DH ആണ്. അപ്പോൾ രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡ് DH വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ രണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നാലാമത്തെ ഇക്വേഷനും ഒന്നാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കോർഡിനേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കുക, QK ഡോട്ട് ഇൻറ്റു DPK ഇവിടെ കിടപ്പുണ്ട്. DPKയുടെ വാല്യൂ DOH/DPK, DOH/DPKയുടെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? DPK കിടക്കുന്നത്. അപ്പോൾ നമുക്ക് QK ഡോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് QK ഡോട്ട് ഇസ് ഈക്വൽ ടു DOH/DPK ആൻഡ് PK ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് DOH/DQK ആൻഡ് DOH/DT is equal to minus DL/DT. These are known as the Hamiltonian equation or Hamiltonian canonical equations. ഓക്കെ, ഈ മൂന്ന് ഇക്വേഷൻസിന് നമ്മൾ എന്ത് പറയുന്നത്? ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ അഥവാ ഹാമിൽട്ടോണിയൻ കാനോണിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നെണ്ണം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കി ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുന്നത്. നമുക്ക് ഓരോ സിസ്റ്റം ഉണ്ട്, അതിൻ്റെ എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഹാമിൽട്ടോണിയൻ നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഈ ഹാമിൽട്ടോണിയൻ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഈ മൂന്ന് ഇക്വേഷൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്തുള്ളത് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അടുത്തതിൻ്റെയൊക്കെ ഡെറിവേഷൻസ്, ഓരോ സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതൊക്കെ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ, മൂന്ന് ഇക്വേഷൻസും അവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് പിന്നെ ഇതിലിപ്പോൾ നമുക്ക് പറഞ്ഞില്ലേ, ഈ ഒരു മോഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു പൊസിഷൻ കോർഡിനേറ്റ് സൈക്ലിക് ആണെങ്കിൽ, ഓക്കെ, സൈക്ലിക് കോർഡിനേറ്റ് അറിയാലോ. സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? ഇക്വേഷൻ അത് ഡയറക്റ്റ് ആയിട്ട് അവിടെ വരുന്നില്ല. നമ്മൾ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഇതൊരു സൈക്ലിക് കോർഡിനേറ്റ് ആണെങ്കിൽ DOH/DQK എന്തായിരിക്കും? 0 ആയിരിക്കും. PK ഡോട്ട് നമുക്ക് അവിടെ 0 കിട്ടും. അപ്പോൾ PK ഡോട്ട് 0 മീൻസ് PK ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെറിവേറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, DPK/DT അതാണ് ഡെറിവേറ്റീവ്. അപ്പോൾ അതെന്തായിട്ട് കിട്ടും? നമുക്ക് അവിടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ഫംഗ്ഷൻ മിക്കപ്പോഴും ഇക്വേഷനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ x എന്ന് പറഞ്ഞൊരു ഡെറിവേറ്റീവ് എടുക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ എക്സും ഒയ്യും ഉണ്ട്. ഓക്കെ, x+y എന്നൊരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഡോ/ഡോ എക്സ് എന്നും ഇത് ഞാൻ ഡോ/ഡോ എക്സ് കൊടുക്കുന്നു ഈ ഒരു ഡെറിവേറ്റീവിൽ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡോ/ഡോ എക്സ് ചെയ്യുന്ന സമയത്ത് 1 കിട്ടും. പക്ഷേ ഡോ/ഡോ എക്സിന്റെ ഒയ് ചെയ്യുമ്പോൾ അതിനകത്ത് എക്സിന്റെ കോർഡിനേറ്റ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ എക്സിന്റെ ഫംഗ്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഇത് എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് ഈ ഒരു QK എന്ന് പറയുന്നത്. അപ്പോൾ QK എന്ന് പറയുന്നത് ഹാമിൽട്ടനകത്ത് സൈക്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇതിനകത്ത് ഉണ്ടാവും, ആ ഡെറിവേറ്റീവിനകത്തോടെ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? റിസൾട്ട് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ DOH/DQK എന്ന് പറയുന്ന ഒരു സൈക്ലിക് കോർഡിനേറ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഡെറിവേറ്റീവ് അവിടെ 0 ആയിരിക്കും. 0 മീൻസ് അവിടെ ഹാമിൽട്ടനകത്ത് ഇത് എന്ത് ചെയ്യുന്നില്ല? അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഹാമിൽട്ടൺ QK അനുസരിച്ച് വേരി ചെയ്യുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് DOH/DQK എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് PK ഡോട്ടിന് തുല്യമാണ്. സോ PK ഡോട്ട് 0 ആവും. അങ്ങനെ PK എന്തായിരിക്കും? അവിടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരും. ഓക്കെ, ഫോർ എനി സൈക്ലിക് കോർഡിനേറ്റ് കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് മൊമെന്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഏതൊരു സൈക്ലിക് കോർഡിനേറ്റിനും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മൊമെന്റം ടേം എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു PKയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് അവിടെ വരുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ ചോദിക്കാം പ്രൂവ് ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഈ പ്രൂവ് ദാറ്റ് ഒക്കെ മിക്കപ്പോഴും കിടക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നെല്ലാം ചോദിക്കുന്ന ഒരു ഇതാണ്.
ഓക്കെ, പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്, പ്രൂവ് ദാറ്റ് h is equal to t plus v, ഇങ്ങനെയൊക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, 1 മാർക്കിനും 2 മാർക്കിനും പല രീതിയിലാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിലൊക്കെ മിക്കപ്പോഴും പുതിയ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കഴിഞ്ഞ S6 എക്സാമിനേഷൻ അങ്ങനെയായിരുന്നു. X6നും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഒരു പേപ്പർ ഉണ്ട്. അത് സാധാരണ എല്ലാ പ്രാവശ്യം ചോദിക്കുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ഇത്തവണ ചോദിച്ചതിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ചിലർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങൾ മിക്കപ്പോഴും വരാം. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാം, മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുക. ഇതിനകത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഹാമിൽട്ടണിലൊക്കെ. കാരണം ഹാമിൽട്ടോണിയൻ ലഗ്രാഞ്ചിയനിൽ പിന്നെയും പ്രശ്നമില്ല. പക്ഷേ ഹാമിൽട്ടോണിയൻ നമുക്ക് തീരെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ലഗ്രാഞ്ചിന് അങ്ങനെ തന്നെയാണ് ബേസിക് ആയിട്ട്. കാരണം ഇതിനകത്ത് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലാണ് ഹാമിൽട്ടൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സിസ്റ്റത്തിന് ഹാമിൽട്ടൺ എടുക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക, അതൊക്കെ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടോപ്പിക്സാണ്. അപ്പോൾ അത്രയൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, തന്നിട്ടുള്ളതിനെല്ലാം ക്വസ്റ്റ്യൻസും ചോദിക്കാം. പ്രോബ്ലം സെക്ഷനിൽ തന്നെ ഒന്ന് ലഗ്രാഞ്ചിയന്റെ സിമ്പിൾ ഹാർമോണിക് സിമ്പിൾ പെൻഡലത്തിന്റെ എക്സാമ്പിൾ ചോദിക്കും. തൊട്ട് താഴെ തന്നെ അടുത്ത് ഈ ഹാർമോണിക് ഓസിലേറ്റർ ചിലപ്പോൾ ഹാമിൽട്ടോണിക് ഡൈനാമിക്സ് ചോദിക്കും. ഓക്കെ, അതിപ്പോൾ ഓർത്ത് വയ്ക്കാൻ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലത്തിലുള്ളത് ലഗ്രാഞ്ചിയനിൽ ചോദിക്കുന്ന മിക്കപ്പോഴും സിമ്പിൾ പെൻഡുലം, ആറ്റ്യൂഡ് മിഷ്യൻ, കോമ്പൗണ്ട് ബാർ പെൻഡുലം. ഓക്കെ, ഈ 3 എണ്ണമാണ് മിക്കപ്പോഴും ചോദിക്കുന്നത് അതിനകത്ത്. ഇത് വരുന്ന സമയത്ത് ഹാർമോണിക് ഓസിലേറ്റർ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ അവർ 2 ബോഡി അറ്റാച്ച്ഡ് ടു എ മാസ് എന്നോ അല്ലെങ്കിൽ ഒരു HCl മോളിക്യൂൾ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഡിറൈവ് ദ ഹാമിൽട്ടൺ ഓഫ് എ HCl മോളിക്യൂൾ. HCl മോളിക്യൂൾ എന്നൊക്കെ പറയുമ്പോഴും അത് ശരിക്കും ഒരു ഹാർമോണിക് ഓസിലേറ്ററിന് തുല്യമാണ്. ഓക്കെ, മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ്, അതും ഒരു ഓസിലേറ്ററിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കാം, ആപ്ലിക്കേഷൻ തന്നിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് നോക്കേണ്ട ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഒരു മോഷൻ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഓക്കെ, ഹാർമോണിക് ഓസിലേറ്ററിന്റെ മോഷൻ നമുക്ക് എങ്ങനെ ഈ ഒരു ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ് യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും, അതൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ for a harmonic oscillator, the kinetic energy and the potential energy are given by T is equal to half m x dot square and V is equal to half k x square. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാൻ പറ്റുമോ, ഇതിനൊക്കെ ഈ കൈനറ്റിക് എനർജി ടേമും പൊട്ടൻഷ്യൽ എനർജി ടേമും ഒക്കെ ഒന്ന് കാണാതെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഓരോ സിസ്റ്റം സിമ്പിൾ പെൻഡുലത്തിന്റെ ഇതാണ്, കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ ഇതാണ്, അങ്ങനെ എന്ത് ചെയ്യുക, ഓരോന്നിന്റെയും ഈ ഒരു കൈനറ്റിക് എനർജി ടേമും പൊട്ടൻഷ്യൽ എനർജി ടേമും ഒക്കെ നിങ്ങൾ കാണാതെ ഒന്ന് നോക്കി വെച്ച് ഏകദേശം എല്ലാത്തിനും ഏകദേശം സിമിലാരിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ആക്കി വെച്ചേക്കുക. കാരണം നമുക്ക് ഡയറക്റ്റ് നമ്മൾ സാധാരണ നിങ്ങൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഒക്കെ കൈനറ്റിക് എനർജിക്ക് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യുന്നത് മുൻപൊക്കെ പഠിക്കുമ്പോൾ. ഇതിലിപ്പോൾ നമുക്ക് അതല്ലല്ലോ ആവശ്യം. നമുക്ക് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ഇക്വേഷൻ കൊടുത്ത് ലഗ്രാഞ്ചിനൊക്കെ എടുത്ത് നമുക്ക് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഓക്കെ, പഠിച്ചു വെച്ചിരിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്. T is equal to half m x dot square. വെലോസിറ്റി എന്താണ്, പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ഹാഫ് k x square ആണ്. അപ്പോൾ അതിന്റെ ലഗ്രാഞ്ചിന്റെ ഇക്വേഷൻ എടുക്കാനായിട്ട് എല്ലിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം, L is equal to T minus V ആണ്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ അത് മൈനസ് ചെയ്തു. ഇനി നമുക്ക് ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വി മസ്റ്റ് റീപ്ലേസ് എക്സ് ഡോട്ട് ബൈ ദ ജനറലൈസ്ഡ് മൊമെന്റ് പി എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ഡോട്ട് മാറ്റി ജനറലൈസ്ഡ് മൊമെന്റം ടേമിലോട്ട് എന്ത് ചെയ്യണം, ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതാണ് കണ്ടോ, എക്സ് ഡോട്ടിലോട്ട് നമുക്ക് ജനറലൈസ്ഡ് മൊമെന്റത്തിലോട്ട് എന്ത് ചെയ്യണം, ഇക്വേഷനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പി എക്സിന്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ പി എക്സ് നമുക്കറിയാം, പി എക്സ് എന്ന് പറയുമ്പോൾ ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കേസിൽ പഠിച്ചത് ജനറലൈസ്ഡ് മൊമെന്റ് എന്ന രീതിയിൽ. അപ്പോൾ പി എക്സ് is equal to ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് ആണ്. പി കെ is equal to ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് നമുക്ക് അറിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ലഗ്രാഞ്ചിയൻ ഇതിനകത്ത് അപ്ലൈ ചെയ്തു. ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഡോ എക്സ് ബൈ ഡോ എക്സ് ഡോട്ട് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ എക്സ് സ്ക്വയറിന്റെ വാല്യൂ വരത്തില്ല, കാരണം എക്സ് ഡോട്ട് ഇല്ല. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഇവിടെ നമുക്ക് ഈ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതൊരു കോൺസ്റ്റന്റ് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, 0 ആയിട്ട് പോകും. ബാക്കി നമുക്ക് വരുന്ന ഹാഫ് എം ഇൻറ്റു 2x ഡോട്ട് എന്നാണ്. ആൻഡ് പി എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് എന്ന് കിട്ടും. ആൻഡ് എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു പി എക്സ് ബൈ എം എന്നായിട്ട് മാറും. അങ്ങനെ നമ്മൾ ഇക്വേഷൻ എന്തിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്തു, കണ്ടോ, എക്സ് ഡോട്ടിൽ നിന്ന് നേരെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു, ജനറലൈസ്ഡ് മൊമെന്റാ. അപ്പോൾ നമുക്ക് ഹാമിൽട്ടണിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഹാമിൽട്ടണിലോട്ട് മാറ്റണമെങ്കിൽ ആദ്യം നമ്മൾ ജനറലൈസ്ഡ് മൊമെന്റ ടേംസിലോട്ട് ഇതിനെ ആക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജനറലൈസ്ഡ് മൊമെന്റ ടേംസിലോട്ട് ആക്കി. ടി ഈസ് ഈക്വൽ ടു പി എക്സ് സ്ക്വയർ ബൈ 2m. ഓക്കെ, നേരത്തെ ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർന്ന് കിടന്നതാണ്. അപ്പോൾ അവിടെ എക്സ് ഡോട്ട് ഉണ്ട്, പക്ഷേ എക്സ് ഡോട്ട് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ടി ഈസ് ഈക്വൽ ടു പി എക്സ് സ്ക്വയർ ബൈ 2m എന്നാക്കി മാറ്റി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക.
നമുക്കറിയാം ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജി സമ്മേഷൻ ആണ്. ഓക്കെ, അപ്പോൾ H is equal to px² / 2m പ്ലസ് ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ എന്നാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കനോണിക്കൽ ഇക്വേഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ കനോണിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത് that is qk dot is equal to dou h by dou pk ആണ്. ആൻഡ് pk dot is equal to ഇതിന്റെ റിവേഴ്സ് ആയിരിക്കും, മൈനസ് dou h by dou qk ആണ്. ആൻഡ് x dot is equal to dou h by dou px ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നാലാമത്തെ ഇക്വേഷൻ ഈ അഞ്ചാമത്തെ ഇക്വേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡോട്ട് അല്ലെങ്കിൽ സോറി ക്യൂ കെ ഡോട്ട് ജനറലൈസ്ഡ് കോർഡിനേറ്റിൽ വരുന്നത് നമുക്കിവിടെ എക്സ് അനുസരിച്ചാണല്ലോ വേരി ചെയ്യുന്നത്. ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് അനുസരിച്ചല്ലേ, മാസും സ്പ്രിംഗ് എന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി കെ എന്ന് കിട്ടും. ആൻഡ് നമ്മൾ ആ ഇക്വേഷനിൽ നാലാമത്തെ ഇക്വേഷനിൽ കിടക്കുന്ന ആ എച്ചിന്റെ വാല്യൂ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് ഡോട്ട് അനുസരിച്ച് എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് എടുക്കുക. എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ പി എക്സ് ഇൻറ്റു പി എക്സ് സ്ക്വയർ ബൈ 2m പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈസ് എടുക്കുന്ന സമയത്ത് 1/2 ഇൻറ്റു 2 പി എക്സ് ബൈ എം, കാരണം ഇത് 0 ആയിട്ട് പോകും. ഓക്കെ, ഇവിടെ പി എക്സിന്റെ വാല്യൂ ഇല്ല, അപ്പോൾ ഇത് എന്താവും? 0 ആയിട്ട് പോകും. നമുക്കിവിടെ പി എക്സ് എന്ന് പറയുന്നത് എന്താണ്? പി എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് നമുക്കിവിടെ കിട്ടും. ഓക്കെ, പി എക്സ് ഇസ് ഈക്വൽ ടു കാരണം 2 ഉം ക്യാൻസൽ ആവും, ഈ 2 ക്യാൻസൽ ആവും, പി എക്സ് ബൈ എം കിട്ടും. അപ്പോൾ പി എക്സ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് ആറാമത്തെ ഇക്വേഷൻ ആക്കി. നമുക്കറിയാം മൈനസ് പി എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ് ഡോട്ട് എന്താണ്? ഡോ എച്ച് ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ നമ്മുടെ പി എക്സിന്റെ ഇക്വേഷൻ മൈനസ് പി എക്സ് ഇസ് ഈക്വൽ ടു ഡോ എക്സ്, അതായത് ഹെച്ചിന് എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷിയേഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടേം എന്താവും? 0 ആയിട്ട് പോകും. ഫസ്റ്റ് ടേം പി എക്സ് സ്ക്വയർ ബൈ 2m എന്ന ടേം അവിടെ 0 ആയിട്ട് പോകും. ബാക്കി എന്ത് മാത്രമാണുള്ളത്? ഹാഫ് കെ എക്സ് സ്ക്വയർ വരും. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് അവിടെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ മൈനസ് പി എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ് കിട്ടി. അപ്പോൾ ഇതാണ് ഏഴാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആറാമത്തെ ഇക്വേഷൻ പ്രകാരം ആറാമത്തെ ഇക്വേഷൻ എന്താണ്? പി എക്സ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടുന്നത്? ഈ ഒരു ഇക്വേഷൻ ഇതാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ദാറ്റ് ഈസ് ഏഴാമത്തെ ഇക്വേഷൻ മൈനസ് പി എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു കെ എക്സ്. അപ്പോൾ ഈ ആറാമത്തെ ഇക്വേഷനും ഏഴാമത്തെ ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ എൽ എച്ച് എസോ ആർ എച്ച് എസോ ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെ ആർ എച്ച് എസ് ഈക്വൽ ആക്കുക എന്ന് പറയുന്നത് ഒന്ന് എം എക്സ് ഡോട്ട് ആണ്, മറ്റൊന്ന് കെ എക്സ് ആണ്. പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? എൽ എച്ച് എസ് ഈക്വൽ ആക്കാൻ പോവാണ്. എൽ എച്ച് എസ് ഈക്വൽ ആക്കാൻ വേണ്ടി ഈ പി എക്സിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഒന്ന് ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് എന്താവും? പി എക്സ് ഡോട്ട് എന്നാവും. അപ്പോൾ ഇവിടുത്തെ പി എക്സ് ഡോട്ടും ഈ ഒരു പി എക്സ് ഡോട്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ മെത്തേഡ്സിലാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ പി എക്സ് ഡോട്ടിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഞാൻ ഡെറിവേറ്റീവ് എടുത്തു. സോ എം എക്സ് ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഡെറിവേറ്റീവ് ഓൾറെഡി ഉണ്ട്. ഇവിടെ ഞാൻ ഡെറിവേറ്റീവ് കൊടുത്ത് അങ്ങനെ അത് എം എക്സ് ആയിരുന്നത് എം എക്സ് ഡബിൾ ഡോട്ട് ആയി. ആറാമത്തെ ഇക്വേഷൻ എം എക്സ് ആയിരുന്നു, എക്സ് ഡോട്ട് ആയിരുന്നു. ഇപ്പോൾ എട്ടാമത്തെ ഇക്വേഷൻ പി എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു എം എക്സ് ഡബിൾ ഡോട്ട് എന്നായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചേർക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, എം എക്സ് ഡബിൾ ഡോട്ട്സ് പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ലഗ്രാഞ്ചിന് എടുക്കണം. ഓക്കെ, ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് പഠിച്ചെങ്കിലും വെച്ചിരുന്നെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് ഒരുവിധം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയും തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ലഗ്രാഞ്ചിൻ ഫംഗ്ഷൻ എടുക്കുക. ലഗ്രാഞ്ചിൻ ഫംഗ്ഷൻ എൽ ഇസ് ഈക്വൽ ടു ടി മൈനസ് വി ആണ്. ഓക്കെ, മൈനസ് ചെയ്ത് ആ വാല്യൂ എടുത്തു. ദെൻ നമുക്ക് അവിടെ ഓൾറെഡി അറിയാം ജനറലൈസ്ഡ് മൊമെന്റത്തിന്റെ ടേംസിലോട്ട് എന്ത് ചെയ്യണം? എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പി എക്സ് ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് എന്നാക്കി മാറ്റി. ആൻഡ് പി എക്സ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് ഡോട്ട് എന്നാക്കി മാറ്റി. ആൻഡ് എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു പി എക്സ് ബൈ എം ആണ്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം? ഇനി നേരെ ഈ ഒരു ഇക്വേഷൻ എക്സ് ഡോട്ട് സ്ഥാനത്തിന് കൊടുത്തിട്ട് കൈനറ്റിക് എനർജി ടേംസിലോട്ട് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്തിനു വേണ്ടിയാണ്? മൊമെന്റം ടേമിലോട്ട് മാറ്റാൻ വേണ്ടി. അതായത് നമ്മൾ ഹാമിൽട്ടൺ ഇക്വേഷനിൽ ഇതിനെ യൂസ് ചെയ്തു. അവിടെ അത് മൊമെന്റം ടേമിലോട്ട് മാറ്റി. ആൻഡ് എക്സ് ഡോട്ട് ആണ് അവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്. എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി എക്സ് എന്ന് കിട്ടും. അതാണ് ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നത്. ഇനി ഇവിടെ എക്സ് ഡോട്ടിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? that is we are substituting dou h by dou px is equal to x എന്ന് കിട്ടി. ആൻഡ് എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു എച്ചിന്റെ വാല്യൂ എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കെ എക്സിന്റെ ടേം 0 ആയിട്ട് പോകും. കാരണം എന്താണ്? കെ എക്സ് സ്ക്വയർ അത് ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, മൊമെന്റം ടേമിനാണ് നമുക്ക് പാർഷ്യലി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ പി എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് എന്ന് കിട്ടാം. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് മൈനസ് പി എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ എക്സ് എന്നറിയാം. നമ്മൾ എന്ത് ചെയ്യുന്നു? എച്ചിന് കൊടുക്കുവാണ്. അപ്പോൾ ഡോ എച്ച് ബൈ ഡോ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഹാഫ് കെ എക്സ് സ്ക്വയറിന്റെ വാല്യൂലായിരിക്കും ഡെറിവേറ്റീവ് അവിടെ കിട്ടുന്നത്. മറ്റൊരു എന്തായി പോകും? ഒന്നാമത്തെ ടേമിന് അത് 0 ആയിട്ട് പോകും. ഓക്കെ,
അപ്പോൾ ആറാമത്തെ ഇക്വേഷനിൽ നമുക്ക് പി എക്സിന്റെ വാല്യൂ ആണുള്ളത്. പക്ഷേ ഏഴാമത്തെ ഇക്വേഷനിൽ പി എക്സ് ഡോട്ട് ആണ്. രണ്ടും ഇക്വേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആറാമത്തെ ഇക്വേഷൻ ഒന്നുകൂടി ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അത് പി എക്സ് ഡോട്ട് ആയിട്ട് മാറുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു എം എക്സ് ഡബിൾ ഡോട്ട് ആയിട്ട് മാറുന്നുണ്ട്. ഇനി നമ്മൾ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുന്നു. എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. ഇതാണ് ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ടെക്സ്റ്റിൽ അടുത്ത് കിടക്കുന്നത് ഒരു 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ആണ്. ഓക്കെ 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ ആവുന്ന സമയത്ത് രണ്ട് ഡെറിവേറ്റീവ് വരുമെന്നേ ഉള്ളൂ. ഓക്കെ അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാനിത് ക്ലാസ്സിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തോന്നുന്നു. ഒന്നുകൂടി ഒന്നത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. വേറെ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ എക്സ് മാത്രം വന്നു. ഇവിടെ y ടേം കൂടി വരും. ഓക്കെ രണ്ടായിട്ട് ചെയ്യണം. അത്ര മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. കണ്ടോ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഇക്വൽ ടു 0 എന്നും മറ്റൊന്ന് എന്ത് ചെയ്യുന്നു എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് എം വൈ ഡബിൾ ഡോട്ട് പ്ലസ് കെ ഒ ഇസിക്കൽ ടു 0 എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. വേറെ ചേഞ്ച് ഒന്നും അതിനകത്ത് വരുന്നില്ല. ഇക്വേറ്റ് ചെയ്തെടുത്താൽ മതി. സിമ്പിളായിട്ട് കിട്ടും. പിന്നെ ഹാമിൽട്ടൺ ഓഫ് എ സിമ്പിൾ പെൻഡുലം റെഡ്യൂസ് ഇക്വേഷൻ. സിമ്പിൾ പെൻഡുലത്തിന്റെ ഹാമിൽട്ടണിനെ ഡിറ്റർമിൻ ചെയ്യാൻ ചോദിക്കുന്നത്. ഇത് മിക്കപ്പോഴും എക്സാമിനേഷനിൽ ലഗ്രാഞ്ചിനെ തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ എക്സാമിനേഷനിൽ ലഗ്രാഞ്ചിന്റെ ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ എന്നാലും നോക്കി വെച്ചിരിക്കുക. ടെക്സ്റ്റ് കൂടി കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലെങ്ത് എൽ ഉള്ള ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്തു. കൈനറ്റിക് എനർജി നമുക്കറിയാം ഹാഫ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. നമ്മൾ തീറ്റ ഡോട്ട് സ്ക്വയറിന്റെ ടേംസിലായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ തീറ്റയ്ക്കാണല്ലോ വേരി ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി നമുക്ക് ആംഗുലർ വെലോസിറ്റി കിട്ടുന്നു എൽ സ്ക്വയർ ഇൻറ്റു തീറ്റ ഡോട്ട് സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ എൽ തീറ്റ വെലോസിറ്റി എൽ തീറ്റ കിട്ടും. നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എൽ സ്ക്വയർ ഇൻറ്റു തീറ്റ ഡോട്ട് സ്ക്വയർ കിട്ടും. പൊട്ടൻഷ്യൽ എനർജി എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ്. ഓക്കെ ഇതൊക്കെ ഫിഗറൊക്കെ വരച്ചെടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ് കേട്ടോ. ഫിഗർ വെച്ച് റിസോൾവ് ചെയ്തെടുക്കുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂസ് ആണ്. ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഫിഗർ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലഗ്രാഞ്ചിയൻ എൽ ഇസ് ഈക്വൽ ടു ടി മൈനസ് 3 എന്ന് കിട്ടും. ഹാഫ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇനി അടുത്ത് എന്ത് ചെയ്യണം പി തീറ്റ ടേംസിലോട്ട് മാറ്റണം. അപ്പോൾ നമുക്കറിയാം പി തീറ്റ ഇസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് നേടും. ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം ഹാമിൽട്ടൺ ഇക്വേഷനിലോട്ട് കൊടുക്കാം. എച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്തു എല്ലിന്റെ സ്ഥാനത്ത് കൊടുത്തു. പി കെ ക്യൂ കെ ഡോട്ടിന്റെ സ്ഥാനത്ത് തീറ്റ ഡോട്ട് കൊടുത്തു. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് ഇടുന്നുണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ പി തീറ്റ ഇതിപ്പോൾ നമ്മൾ ടി മൈനസ് 3 എന്ന് കൊടുക്കുന്നതിന് പകരം ഡയറക്റ്റ് മറ്റൊരു ഇക്വേഷനിൽ കൊടുത്താൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ ടി മൈനസ് 3 അങ്ങനെയും ചെയ്യാം. അത് ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അല്ല ഇത് പറ്റുമെങ്കിൽ ഇത് ചെയ്യാം. ഓക്കെ അപ്പോൾ നമുക്കിവിടെ സിഗ്മ പി കെ ക്യൂ കെ മൈനസ് എൽ എന്ന് കിട്ടും. അപ്പോൾ അവിടെ ആ ഒരു പി തീറ്റ ഡോട്ട് ആ ഒരു സ്ഥാനത്ത് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് കൊടുത്തു. മൈനസ് ഒരു തീറ്റ ഉണ്ട് തീറ്റ ഡോട്ട് സ്ക്വയർ ആയിട്ടോ. മൈനസ് ഹാഫ് ഇൻറ്റു എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ടി പ്ലസ് വി തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ എടുത്താലും കിട്ടുന്നത്. മനസ്സിലായോ രണ്ടും സെയിം തന്നെ അതാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് കണ്ടോ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പി തീറ്റയിലോട്ട് മാറ്റിയിട്ട് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും ഈ ടേം തന്നെ ആയിരിക്കും കിട്ടുന്നത് അവിടെ. ഓക്കെ അപ്പോൾ നമുക്കത് ടോട്ടൽ എനർജി എന്ന് കിട്ടാം. ഇനി എന്ത് ചെയ്യാം ഒന്നാമത്തെ ഇക്വേഷൻ പി തീറ്റ യൂസ് ചെയ്യുന്നു. പി തീറ്റ യൂസ് ചെയ്തുകൊണ്ട് ഹാഫ് എം എൽ സ്ക്വയർ അതായത് തീറ്റ ഡോട്ടിന്റെ ടേംസിനെ പി തീറ്റയിലോട്ട് മാറ്റി. തീറ്റ ഡോട്ട് നേരെ നമ്മൾ എക്സ് ഡോട്ടിനെ മാറ്റി പി തീറ്റയിലോട്ട് മാറ്റിയതുപോലെ തീറ്റ ഡോട്ട് നേരെ പി തീറ്റ ടേംസിലോട്ട് മാത്രമായിട്ട് മാറ്റുന്നുണ്ട്. പി തീറ്റ ബൈ എം എൽ സ്ക്വയർ എന്ന് കിട്ടാം. ഓക്കെ പ്ലസ് എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു പി തീറ്റ സ്ക്വയർ ബൈ 2 എം എൽ സ്ക്വയർ ഇൻറ്റു എം ജി എൽ ഇൻറ്റു 1 മൈനസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഹാമിൽട്ടൺ ഇക്വേഷൻ എങ്ങനെ എടുക്കും തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി തീറ്റ ബൈ എം എൽ സ്ക്വയർ ആൻഡ് മൈനസ് പി തീറ്റ ബൈ പി തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എം ജി എൽ സൈൻ തീറ്റ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ പോലെ തന്നെ പി തീറ്റ വാല്യൂസ് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. നേരത്തെ നമ്മൾ ചെയ്തല്ലോ പി എക്സ് ഡോട്ട് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. ഒന്ന് നമുക്ക് എക്സ് ഡോട്ട് ഇല്ലായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു പി ഡോട്ട് ഇല്ലായിരുന്നു. നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു. അങ്ങനെ നമുക്ക് എം എക്സ് ഡബിൾ ഡോട്ട് കിട്ടി. ഓക്കെ അതേ മെത്തേഡ് തന്നെ ഇവിടെ എന്ത് ചെയ്തു ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ കിട്ടും. ഇനി സ്പ്രിംഗ് മാസ് അറേഞ്ച്മെന്റും ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി കിടക്കുവാണ്. ഓക്കെ സ്പ്രിംഗ് മാസ് അറേഞ്ച്മെന്റ് ഇതാണ് നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ ഐഡിയൽ സ്പ്രിംഗ് മാസ് അറേഞ്ച്മെന്റ്. ഓക്കെ അത് വേറെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹാമിൽട്ടണിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അതായത് ചില കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ലഗ്രാഞ്ചിയനും ഹാമിൽട്ടണും ഇൻവാരിയന്റ് ആണെന്നും അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തരുന്ന സമയത്ത് തരാം. ഈ ഒരു വീക്കിന് എൻഡിൽ മാക്സിമം തരാൻ ശ്രമിക്കാം. ഓക്കെ 15 തീയതിക്ക് മുമ്പ് എനിക്ക് കഴിഞ്ഞ ആഴ്ച തരാൻ പറ്റിയില്ല.
അതല്ലെങ്കിൽ ഈ ഒരാഴ്ചക്കകത്ത് ഞാനത് സെൻഡ് ചെയ്തേക്കാം. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയാണ് ഹാമിൽട്ടണിൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം സൈക്ലിക് കോർഡിനേറ്റ് ഒക്കെ അറിഞ്ഞിരിക്കുക, ജനറലിസ്റ്റ് കോർഡിനേറ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. അതിനുശേഷം പിന്നെ എക്സാമ്പിൾസ് വൺ ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിന്റെ എക്സാമ്പിൾ ഉണ്ട്. ദെൻ ഇപ്പോൾ പറഞ്ഞ പോലെ സിമ്പിൾ പെൻഡുലത്തിന്റെ. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഹാമിൽട്ടണിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ എന്തെങ്കിലും തന്നിരുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഒരു കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ തന്നിട്ട് അതിന് ഹാമിൽട്ടൺ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ്. ആദ്യം ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കുക, ലഗ്രാഞ്ചിയൻ കണ്ടുപിടിച്ചിട്ട് പി തീറ്റ ഡോട്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ പി എക്സ് ആ ഒരു വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? ആ ഒരു എക്സ് ഡോട്ടിൽ കിടക്കുന്നതിന് നേരെ പിയുടെ ടേംസിലോട്ട് മാറ്റണം. ഓക്കെ, അല്ലെങ്കിൽ ജനറലൈസ്ഡ് മൊമെന്റം ടേമിലോട്ട് മാറ്റണം. മാറ്റിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡിഫറൻഷിയേഷൻ കൊടുത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇത് ക്യാൻസൽ ചെയ്യുന്ന ടേംസ് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഹാമിൽട്ടോണിയൻ എന്ന സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നീട് ലഗ്രാഞ്ചിയൻ, ഹാമിൽട്ടോണിയൻ, ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ഓക്കെ, ഇത്രയും നിങ്ങളൊന്ന് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നിന്ന് കുറച്ച് മാറ്റിയാണ് നമ്മൾ ഹാമിൽട്ടോണിനും ലഗ്രാഞ്ചിനും നിൽക്കുന്നത്. ഓക്കെ, അതായത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ കൂടുതൽ നമ്മൾ മോഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും ആ ഒരു ഫാക്ടേഴ്സ് ഒക്കെയാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. പക്ഷെ ഹാമിൽട്ടണിലും ലഗ്രാഞ്ചിലും ആ ഒരു സിസ്റ്റത്തിന്റെ എനർജിയെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ്. അതുപോലെ നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂസ് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൽ ചെറിയ ചെറിയ ടൈനി പാർട്ടിക്കിൾസിന്റെയും ഹാമിൽട്ടനൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം? എനർജി ഡിറ്റർമിൻ ചെയ്താൽ മതി. ഓക്കെ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, എനർജി വാല്യൂസ് എടുത്താൽ മതി. കുറച്ചുകൂടി അത് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? കാൽക്കുലേഷൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹാമിൽട്ടണിൽ ഉള്ളത്.